നമസ്കാരം ചങ്ങായിമാരെ, ആദം ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളത് നമ്മുടെ ബോസം ഫാമിലാണ്. ബോസം ഫാമിന്റെ മുഖൊക്കെ ഒന്നാണ്ട് മാറിട്ടോ. ഇതാ കണ്ടില്ലേ, ബോസം എക്സ്പെരിമെന്റൽ ഫാം. ഒരുപാട് കാഴ്ചകൾ പുതിയതായിട്ട് ഇവിടെ ഉണ്ടല്ലോ സുഹൃത്തുക്ക. അത് വഴിയായിട്ട് ഓരോന്നായിട്ട് നമുക്ക് കാണാം. അപ്പൊ വീഡിയോ മൊത്തമായിട്ട് കാണാൻ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കട്ടാ. അപ്പൊ നമ്മളിപ്പോ പുതിയ ഒരു എക്സ്പെരിമെന്റൽ പർപ്പസിൽ കാര്യങ്ങളൊക്കെ സെറ്റ് എന്താണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഫാം വിസിറ്റിങ്, അതോടൊപ്പം തന്നെ വരുന്നവർക്ക് കൃഷി അല്ലെങ്കിൽ ഈ ഫാമിങ് എന്താന്ന് പറഞ്ഞു കൊടുക്കലും പഠിപ്പിക്കലൊക്കെ തന്നെ. കൃഷിയോടൊപ്പം നമ്മളെ പൗൾട്രി, ബേർഡ്സ്, പെറ്റ്സ് എല്ലാ ഐറ്റംസും. ഞങ്ങളുടെ ഫോക്കസ്, ഞങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞത് മെയിനായിട്ട് ഫാൻസി താറാവുള്ള ബ്രീഡിങ് തന്നെയാണ്. അത് കാര്യത്തില് ഓൾറെഡി സ്കൂൾ പിള്ളേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് ഗ്രാൻഡ് നൈൻ എന്നുള്ള വെറൈറ്റി. അത് പഞ്ചായത്തിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. മുഴുവനും വെജിറ്റബിൾസ് അതിലിപ്പോ ഏറെക്കുറെ ചെടികളൊക്കെ ഒരു റൗണ്ട് വിളവെടുപ്പ് കഴിഞ്ഞ് പച്ചക്കറിയാണല്ലോ, മറ്റുള്ള ചെടികൾ പോലെ എപ്പോഴും എന്താ പറയാ നിറഞ്ഞു നിൽക്കില്ല. അതായത് അടുത്ത സെറ്റപ്പ് ഉണ്ടാക്കുക. ഇതിപ്പോ അടുത്ത സ്കൂളിൽ നിന്ന് MI സ്കൂൾ, പൊന്നാനി സ്കൂളിൽ നിന്ന് പിള്ളേർ വരുന്നുണ്ട്. അവർക്ക് നിറയാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഇത് ഇതിന്റെ ഒപ്പം നിൽക്കുന്നത് വേറെ തൈയുണ്ട്. ഇത് നമ്മുടെ ആകാശവെള്ളരി എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ ഈ ഫാമിങ്ങിന്റെ വിശേഷങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പുതിയ പെറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടില്ലേ? കുറച്ച് ബേർഡ്സ് വന്നിട്ടുണ്ട്. ബേർഡ്സ് ഒക്കെ ഉണ്ട് പുതിയ. അടുത്ത പാട്ടിൽ പറയാം. പിന്നെ വേറെ കാര്യം കൂടി കിട്ടാ, ഇതിൽ കുറച്ചായിട്ടാണ് ഇവർ വിശേഷങ്ങളുള്ളൂ. ഇൻസ്റ്റാഗ്രാം ബോസം ഫാം എക്സ്പെരിമെന്റൽ ഫാം, ഇതിന്റെ ഒക്കെ ഫുൾ ഡെയിലി അപ്ഡേറ്റ് കിട്ടാൻ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് പേജിൽ പോയാൽ മതി. ഡെയിലി ഇവർ അപ്ഡേറ്റുകൾ ഉണ്ടാവും. ഞാൻ വല്ലപ്പോഴും വന്നിട്ട് തരികയാണ്, അല്ലെങ്കിൽ ഞാൻ തല്ലിയെന്ന് വിചാരിക്കില്ല അല്ലേ? അപ്പോ ഇത് മുളകും കാര്യങ്ങളൊക്കെ അതൊക്കെ ഏകദേശം പ്രായമായി, അത്യാവശ്യം കായ്ക്കുന്നു, ഗ്രോ ബാഗിൽ ഇരിക്കുന്നു. ഇനി അത് പറിച്ച് നട്ടിട്ട് വേണം അടുത്തത് സെറ്റ് ചെയ്യാൻ. പൊന്നാങ്കണ്ണി ചീരയാണ്. പൊന്നാങ്കണ്ണി ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് പൊന്നാങ്കണ്ണി ആയിരുന്നു. ഇത് നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഗ്രോ ബെഡ് സെറ്റ് ചെയ്തിരിക്കണത്? ഇത് കോയമ്പത്തൂരിൽ ചെയ്തിട്ടുള്ളതാണ്. കസ്റ്റമേഡാണ് ഈ സാധനം. ഈ ബാഗ് നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ സൈസിന് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഫ്രെയിം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വഴുതനങ്ങ വിത്ത് നിർത്തി, നാടൻ വഴുതനയാണ്. അത് ഇതിൽ നിന്ന് വിത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റേ ഫ്രീ ആയിട്ട് വിത്ത് അയച്ചു കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. വിത്ത് സൗജന്യമായിട്ട് അയച്ചു കൊടുക്കും. അത് നിങ്ങളെ ചാനലിൽ പോകണല്ലേ കാണണമെങ്കിൽ? അത് നമ്മുടെ ചാനലിൽ വന്ന് നമ്മളെ ഫോളോ ചെയ്തിട്ട് ഒരു ഹായ് ഒക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് അറിയിക്കണം. അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കും. സ്നേഹം മാത്രം, കാരണമൊന്നുമില്ല. ഇത് ചീരയുടെ വലിയൊരു വിളവെടുപ്പ് ഇവിടെ കഴിഞ്ഞു. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ചീര വിളവെടുപ്പ്. ഇതൊക്കെ മാക്സിമം എത്ര ഒരു 3 to 6 മാസം കാലാവധി എങ്ങനെ വരുന്നതിന്റെ? അത് ഓരോ ചെടികളുടെ. അത് ഇഞ്ചി ശരിക്ക് ഞാൻ വിചാരിച്ച പോലെ സക്സസ് അല്ല. കാരണം നമ്മളിത് മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ട്രയൽ മുളപ്പിച്ച തൈയാണ് വെച്ചത്. ശരിക്കും ഒരു ഇഞ്ചിയുടെ തൈ നടണമെന്നുണ്ടെങ്കിൽ വിത്തിന് 100 ഗ്രാം തൂക്കം ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് തൈ ഉസാറായി വരുള്ളൂ. ഇത് എന്തായാലും ട്രയൽ പോലെ കൊടുക്കാൻ അത്രയും ചെറുതല്ലേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പ്രൂണിങ്ങിന് നിർത്തണം. ഈ പ്രൂണിങ് ഉദാഹരണം പറയട്ടെ, ഇത് പ്രൂൺ ചെയ്ത തൈയാണ്, ഇത് പ്രൂൺ ചെയ്യാത്താണ്. അതിനപേക്ഷിച്ച് ഇത് വലുതാണ്, പക്ഷെ ഇതിൽ കായ്ച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഇത് കുറച്ചുകൂടി വലുതായതിനു ശേഷം കട്ടി പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാവും, നല്ല രീതിയിൽ കായ പിടിക്കും. അപ്പോൾ അത് ഫസ്റ്റ് ഒന്ന് കുറച്ചൊരു വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും സമയം എടുത്തിട്ടാണെങ്കിലും നന്നായിട്ട് കായ പിടിക്കുമല്ലോ. 2 കൂട് ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലേ? അത് കുഞ്ഞുങ്ങൾ മാത്രമാണ് പിടിച്ചത്. ഇതൊക്കെ വിത്തുകൾ പാവിട്ടുണ്ട്, തൈ മുളച്ചോ തുടങ്ങിയിട്ടുണ്ട്. റൗണ്ട് ഇഷ്ടം പോലെ കഴിയുണ്ട്. ഈ പച്ചക്കറി ആകുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. നല്ല ഫ്രഷ് സാധനം. ഫ്രഷ് സാധനം കേട്ടോ. കറുണ്ടാവും ഫ്രഷായി പിടിക്കുമ്പോൾ ചുണ്ടുമുട്ടും. ഇനി നല്ല ഫ്രഷ് കയ്പൊക്കെ പിടിക്കട്ടെ, കഴിക്കല്ലേ? ഇന്ന് നനച്ചിട്ടില്ല, വൈകിട്ട് നനക്കുള്ളൂ. അതിൻ്റെ മാസം ഉണ്ടാവും, നല്ല വെയിൽ കൊണ്ടിട്ട് പാടി നിൽക്കുന്നുണ്ടാവും. ഇല്ല, കാരണം നമ്മളിവിടെ ഭാവിയിൽ കേജുകളൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് എന്താ ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് നിർത്തി വെച്ചിട്ട് ഇത് പിന്നെ ഈ പച്ചക്കറി കൂടുതലും അതിൻ്റെ ഗ്യാപ്പുകളിലേക്ക് മാറും. നമ്മൾ
ഒരാൾക്ക് അല്ലേ? ഫ്രൂട്ട് ഒന്ന് കഴിക്കുന്നു, അതിൽ തക്കാളി ഒന്ന് പൊട്ടിക്കുന്നു. അപ്പോൾ നല്ല മധുരമുള്ള തക്കാളി കഴിക്കാം. തക്കാളി വളരെ ഞാൻ പൊട്ടിച്ച് കഴിക്കുന്നല്ലോ. ഇതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞാണ് ഓൾറെഡി. ഇതിന് വിളവെടുപ്പ് കഴിഞ്ഞു, അവിടുത്തെ ഞാൻ പറിച്ച് കളഞ്ഞു. ഇനി ഇതിലിങ്ങനെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് പൂറാൻ കഴിഞ്ഞിട്ടില്ല. ചെറിയ തക്കാളി, ചെറിയ തക്കാളി, ചെറിയ ടൊമാറ്റോ ഇത് കഴിക്കാൻ വിളിയാ. ഇതൊക്കെ ഇനിയിപ്പോ ഫുള്ള് മാറ്റണം. ഇപ്പൊ തക്കാളി തൈകൾ മേടിക്കാൻ പോകണം. ഇനി അടുത്ത റൗണ്ട് മുഴുവൻ നാടൻ തക്കാളി ചെയ്യാം. നാടൻ ചെയ്യാനൊരു ആഗ്രഹം. കുറച്ചുകൂടി വലുപ്പം നോക്കണം. വലുപ്പം നിൽക്കുകയും ചെയ്യും, നന്നായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. നാടൻ്റെ ഇല ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഇത്രയും ഇങ്ങനെ വള്ളി പോലെ പടർന്നു പോകില്ല. ഇവിടെ പിന്നെ വെണ്ട അതൊക്കെ സ്കൂളിൽ നിന്ന് പിള്ളേർ വന്നിട്ട് നട്ടിട്ട് അവിടെ നട്ടിട്ടുള്ളതാണ്. റൗണ്ട് കഴിഞ്ഞു, ഇത് വിളവെടുപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ ഏറെക്കുറെ കഴിഞ്ഞു. ഇതൊക്കെ തന്നെ ഇത് പറിച്ച് കളഞ്ഞ് അടുത്ത വെക്കണം. ഇത്രയാണ് നമ്മളെ ഫാമിങ്ങിന്റെ വിശേഷങ്ങളുള്ളത്. വെജിറ്റബിൾ ഫാമിങ്ങിൻ്റെ പ്രത്യേകത തോന്നുന്ന വേണ്ട ഇപ്പോൾ തീ കളിക്കണം, പൊട്ടിക്കണം. ഇന്നത്തെ ലാസ്റ്റ് ദിവസം, നാളത്തേക്ക് ഇത് ചെണ്ടക്കോല് വരാം. ഓക്കെ. എന്താണ് അവിടെ ഇതിലിവിടെ സ്വീറ്റ് കോൺ ചെയ്തിരുന്നു, സക്സസ് ആയില്ല. നമ്മളിതിനെ ഉദ്ദേശിച്ച പോലെ ആയില്ല. പക്ഷേ പുഴുക്കേട് വന്നു. നമ്മൾ ഈ ഇംഗ്ലീഷ് മരുന്നിന്റെ പ്രയോഗം വളരെ കുറവാണ്. അപ്പോൾ ജൈവവളം ജൈവത്തിന് നിന്നുകൊണ്ട് ഇതും സ്വീറ്റ് കോൺ. പക്ഷെ ഇത് മറ്റേ ഇത് കിളികൾക്ക് കൊടുക്കാൻ പറ്റുമോ? കിളികൾ കൊടുക്കാം, നമുക്ക് കഴിക്കാം. അതായത് പുഴുങ്ങാതെ തന്നെ കഴിക്കാം. മധുരം ഉണ്ടാവും. ഇതിന് മുന്നേ ഉണ്ടാക്കിയത് വൻ വിജയായിരുന്നു. പോരാത്തിന് അന്ന് ഈ പറഞ്ഞ പോലെ പുഴുക്കേടോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. ഉണ്ടാ പുഴുക്കേട് വന്നതിന്റെ ഈ കാണുന്നത് ഈ ഒരു ഭാഗം കണ്ടില്ലേ? അത് ജൈവവളം മാത്രം അതിന്റെ പ്രശ്നമാണ്. പ്രശ്നമാണ്. ജൈവ കൃഷി എന്നൊരു തരം ഒരു കണക്കിൽ നോക്കിച്ച പ്രശ്നമാണ്. പക്ഷെ മറ്റേത്ര പ്രശ്നമില്ല എന്നുള്ളൂ. നമുക്ക് ഉദ്ദേശിച്ചത്ര വിളവും അല്ലെങ്കിൽ എന്താ പറയുക കീടങ്ങളുടെ സംരക്ഷണമൊന്നും കിട്ടില്ല. പക്ഷെ നല്ല രുചിയായിരിക്കും മറ്റേതിനെ അപേക്ഷിച്ച്. ഇതൊന്ന് കഴിച്ചു വെക്കുന്നു. അപ്പോൾ ഇതാണ് പുഴുക്കടി വന്നാൽ അതിന്റെ നല്ല ഭാഗം ഞാൻ കഴിക്കുകയാണ്. വളരെ ഫ്രഷ് ആയിട്ട് ഇടാം. നിങ്ങൾ കണ്ടില്ല പൊട്ടിച്ച ഫ്രഷ് ആയിട്ട്. സ്വീറ്റ് കോൺ നല്ല മധുരം. ഇത് നമ്മൾ മറ്റേ സാധാരണ സ്വീറ്റ് കോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ പുഴുക്കിടുന്നുണ്ട്. പക്ഷെ ഇനി ഞങ്ങൾ ചെയ്യും. അതൊരു ഗംഭീര കൃഷിയായിരിക്കും. 400 ഗ്രോ ബാഗിൽ സ്വീറ്റ് കോൺ. നമ്മളെ സ്ഥലപരിമിതി നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് കൃഷി ചെയ്യാം. സാധനം സൂപ്പറാട്ടോ. സ്വീറ്റ് കോൺ വരുന്നോ ടാക്കി ആരും കൊടുക്കണമെന്നില്ല. അതുണ്ട ഇതുണ്ട ഞങ്ങളെ കൃഷിയുടെ മറ്റൊരു സംഭവം കുമ്പളം. ഇതിന്റെ പൊന്നെ എത്രയോ ഉണ്ടാവും. ഇടിലെ സാധനം കേട്ടാ കുമ്പളം. ഇനിയിപ്പോ ആര് കണ്ണു വെച്ചാലും കുഴപ്പമില്ല. അതെന്തായാലും വീണാലും കുഴപ്പമില്ല. വിത്തിന് വെച്ചിട്ടുള്ള വിത്തിനെടുക്ക കുമ്പളം. മൂപ്പൈ ഇതേപോലത്തെ എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടാവും അവിടെ. ഇവിടെ ഫുള്ള് വൻ പ്ലാനിങ്ങിലാണ്. മെല്ലെ മെല്ലെ എല്ലാം നടത്തിയെടുക്കും. കാരണം ഈ ഫാമിംഗ് മേഖലയുള്ളവർക്ക് അറിയാം ഈ സാധനം സക്സസ് ചെയ്തിട്ട് ഒരു ലെവലിൽ എത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് എത്തിക്കുന്നതാണ് അതിന്റെ ഘടകം. അപ്പൊ നമ്മളെ ബോസം എക്സ്പെരിമെന്റൽ ഫാമിലി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ആജാനുബാഹ ചൊരക്ക പൊട്ടിക്കാം, കുമ്പളങ്ങ പൊട്ടിക്കാം, ഇത് വെച്ച് നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. ഇതേപോലെ നല്ല കിടിലൻ ഫാമിംഗ് എക്സ്പീരിയൻസ് നമ്മളെ ബോസം എക്സ്പെരിമെന്റൽ ഫാമിലുണ്ട് അല്ലേ? അപ്പോ നല്ല രസകരമായിട്ടുള്ള ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇവരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഇവർ മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. ഇവരുടെ നമ്പർ, ഡീറ്റെയിൽസ്, ലൊക്കേഷൻ, എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരിക. ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക, കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുക, നമ്മളെ പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുക. സൂപ്പർ ആക്കിയല്ലേ? അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. അപ്പൊ ഗുഡ് ബൈ.